ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റർഡാണ്. സേമിയയും ചൗവരിയും ഒക്കെ ചേർത്ത് നിറയെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ നന്നായി റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത് ആ സേമിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റായിട്ടൊന്ന് വന്നാൽ മതി. ഇപ്പം സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ കണ്ടൻസ് മിൽക്കിൽ നല്ല മധുരമുണ്ട്, അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് അതിൻ്റെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു ഡെസേർട്ടിന് നല്ലതായിട്ടൊരു തിക്നെസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നേരം ഇട്ട് ഇതൊന്നും കുറുകിപ്പോരുത്. കുറുകിപ്പോയി കഴിഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ അങ്ങ് ഒത്തിരി കട്ടിയായി പോവും. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതേ സമയം തന്നെ നമ്മൾ ചൗവരി വേവിച്ചതും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചൗവരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പം ഇതൊരു കണ്ണാടി പോലെ വരും. അതിൻ്റെ വെള്ള കളറൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ ഇത് എളുപ്പം വെന്ത് വരും. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം. ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റർഡ് മിക്സൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളിൻ്റെ പകുതി കട്ട് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രേപ്സ് കട്ട് ചെയ്തത്, പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, സ്ട്രോബെറി കട്ട് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പൊമോഗ്രാനൈറ്റിൻ്റെ സീഡ്, പിന്നെ ചിയ സീഡ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്ത് 2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് റോസ്റ്റ് ചെയ്തത്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റർഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കി നമ്മൾ അന്ന് തന്നെ ഇത് ഉപയോഗിക്കണം. അടുത്ത ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഉപയോഗിക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്